എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസം. ഞാൻ 21 വർഷമായിട്ട് എനിക്ക് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമായിരുന്നു. വെഞ്ചരിച്ച തേനും അത്ഭുതജമാല കാണുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇത് മാറിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഒരു ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് പാലൊഴിച്ച ചായ കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഗ്യാസ് ട്രബിളിൻ്റെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. എത്ര വർഷമായി? 21 വർഷമായി. 21 വർഷമായിട്ടുള്ള രോഗം മാറിയിട്ട് നിസ്സാര രോഗങ്ങളൊന്നും മാറിപ്പോണേ. ഞാനിവിടെ ശനിയാഴ്ചകളിൽ രാവിലെ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരുന്നത്. പേടിച്ചിട്ടാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാലും ഒക്കെ എനിക്ക് ഗ്യാസ് ട്രബിൾ വരും. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തതാണ് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖത്താൽ. കഴിച്ചായിരുന്നു. അന്നും 6 മാസമായി ഞാൻ ഇവിടെ വരുന്നു. 6 മാസം തൊട്ട് എല്ലാ ശനിയാഴ്ചകളും വരുമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് കഞ്ഞിയും ഈ നട്ട്സും കഴിച്ച് പോകുമ്പോഴേ എനിക്കൊരു ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറില്ല. അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ കഴിഞ്ഞ ഡിസംബർ മുതൽ പാലൊഴിച്ച ചായ കുടിക്കുകയും ഈ ഗ്യാസ് ട്രബിളിൻ്റെതായ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുകയും ചെയ്യും. എനിക്കൊരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ ഞാൻ വെഞ്ചരിച്ച ഹനാൻ വെള്ളം ഉപയോഗിച്ചു. എൻ്റെ വീട്ടിൽ ഭയങ്കര ഉടുമ്പിൻ്റെ ശല്യവും കറുത്ത ഒരു ഉറുമ്പിൻ്റെ ശല്യവും ഉണ്ടായിരുന്നു. അടുക്കളയിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കരം. 2 പ്രാവശ്യം ഞാൻ ഹനാൻ വെള്ളം തളിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ശക്തിയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസമൊന്നും എനിക്കൊന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ ഈ ഒറ്റ ഉറുമ്പിനെയും കാണുന്നില്ല. ഉറുമ്പ് കയറി ഞാൻ ലേറ്റാവും, ഓഫീസ് കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആയാലും ഉറുമ്പ് വീടിൻ്റെ ബെഡ്റൂമിലും ബെഡിലും ഷീറ്റിലും ഒക്കെ കയറുമായിരുന്നു. കറുത്ത ഒരു അടിച്ചാൽ അത് ചെതറി പോവുകയുള്ളൂ, അങ്ങനത്തെ ഒരു ഉറുമ്പായിരുന്നു. ഇപ്പോൾ ഒറ്റ ഉറുമ്പിനെയും ഞാൻ കാണുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ തന്നെ ഉടുമ്പും ചേരയും ഒന്നും എൻ്റെ പരിസരത്ത് വന്നില്ല. ഉടുമ്പിനെ കണ്ട് ഞാൻ പേടിച്ച് വീട് മാറാൻ നിന്ന വ്യക്തിയാണ്. ഇത്രയും വലിയ അത്ഭുതം തന്നു. കല്ലുപ്പിട്ട് പ്രാർത്ഥിച്ചു. നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ബുധോച്ചാരണ വസ്തുക്കളോട് കിട്ടിയ അനുഗ്രഹങ്ങളാണ് കേട്ടോ.